എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരെന്ന് കാണണ്ടേ? ജയശ്രീ ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ജയശ്രീ, നമസ്കാരം. ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കാണാൻ പറ്റിയത്. പറയൂ, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷോയെ അറിയാമല്ലോ, നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. അതുകൂടാണ്ട് വേറൊരാളുടെ കഥകൾ കൂടെ ഇതിൻ്റെ ഇടയിൽ അറിയും. അതിനേക്കാൾ ഉപരി ജയശ്രീയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമുക്കും ഇഷ്ടം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ 2024 പുതിയ വർഷത്തിലേക്ക് കടന്നപ്പോൾ 2023 നല്ല സന്തോഷങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് 2024 ഒരുപാട് ഹോപ്പുകളിലൂടെയാണ് പ്രതീക്ഷകളാണല്ലോ. അതെ, ഇടിയൻ ചന്തു എന്ന് പറഞ്ഞൊരു മൂവി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് 2024 ആദ്യത്തെ സംഭവം. അപ്പൊ എനിക്ക് ജയശ്രീയുടെ കുറച്ച് വിവരങ്ങളൊക്കെ, നമ്മുടെ ഗസ്റ്റിന്റെ ഡീറ്റെയിൽസും അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീം റിസർച്ച് ഒക്കെ ചെയ്യും. അപ്പൊ ഭക്ഷണമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഈ ഫുഡിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എന്താണ് അതൊന്ന് പറയൂ. കഴിക്കുന്നൊക്കെ കുറച്ചാണെങ്കിലും ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. മെയിനായിട്ട് ചെറുപ്പം തൊട്ട് പിന്നെ അച്ഛന് ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കട, നാട്ടില് നെല്ലിങ്കര, തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. തൃശ്ശൂർ നെല്ലിങ്കര ഇപ്പോഴും ഉണ്ടല്ലോ കട? അതെ അതെ, ഇപ്പോഴും ഉണ്ട്. എന്തായാലും നമ്മളൊക്കെ പോകുമ്പോൾ അവിടെ ഒന്ന് കഴിക്കും. എന്താ അവിടുത്തെ സ്പെഷ്യൽ? നാടൻ ഭക്ഷണങ്ങളാണ്, ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ എല്ലാം കുറച്ചു. മുമ്പ് ഒരുപാട് സ്റ്റാഫൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ തന്നെ നടക്കുന്നതാണ്. ചെറിയ രീതിയിൽ ഇപ്പോൾ പോണു. ആ കടയിൽ ജയശ്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തായിരുന്നു? നമ്മുടെ മെയിൻ കാര്യം എന്താ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്നാണ്. അവിടെ നിന്ന് പോയിട്ട് അതൊരു ഭയങ്കര പ്രിവിലേജ് ആണ്. നമുക്ക് പോയിട്ട് ഇഡ്ഡലി വേണം, ദോശ, ചോയ്സ് ആണ്. ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് സത്യം അതെ. സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പറയാം ഇന്നെന്താ നീ കഴിച്ച വീട്ടിൽ കടയിലൊക്കെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം അമ്മ അവിടെ തിരക്കിലായിരിക്കും. അപ്പോൾ ഓടി എന്താ പറയാ, ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് സ്കൂളിൽ അച്ഛൻ ഓടി കൊണ്ടുവന്നിരുന്നൊക്കെ ഓർമ്മയുണ്ട്. എന്താ പറയുക, എനിക്കും അനിയനും 2 സ്കൂളിലേക്ക് ചോറ് പാത്രത്തിലാക്കി ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരും. ആണോ? അപ്പൊ ഈ ഒരു കട ഇപ്പൊ ഹോട്ടൽ കുറെ വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയോടൊക്കെ ചേർന്ന് നടത്തിയാണ്. ഇതെങ്ങനെയെങ്കിലും ഇത് നെക്സ്റ്റ് ഒരു ടൈമിലേക്ക് വിപുലപ്പെടുത്താൻ താല്പര്യമുണ്ടോ? അത് ചോദിച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്. അതെ, എന്തായാലും നഷ്ടപ്പെടുത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അച്ഛൻ അങ്ങനെ വിചാരിച്ചിരുന്നു അത് അച്ഛനോടെല്ലാം നിർത്തും. പക്ഷെ എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ട്. അത് ആരെങ്കിലും പറഞ്ഞോ ഹോട്ടലൊക്കെ ഉണ്ട്, നീ ഒരു സ്കൂൾ +2 കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്നാണ് ആരെങ്കിലും ഒക്കെ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെന്തോ അങ്ങനെ ഒരു സംസാരം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിലുണ്ട്, ഞാനൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയതിനു ശേഷം അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കണം. അതെ അതെ അതെ. 19 വർഷമായിട്ടുള്ള കടയാണ്. അച്ചാച്ചനൊക്കെ ആയിട്ട് തുടങ്ങി. അച്ചാച്ചൻ മുക്കാട്ടുകര അടുത്ത് തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അത് എന്റെ അച്ഛൻ 18ാമത്തെ വയസ്സിൽ അച്ഛൻ ഏറ്റെടുത്ത് തുടങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നെത്തോലി. ഭയങ്കര ആൻചോവീസ് എന്നാണ് ഈ മീൻ പറയുക. വെളിയിലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്, കായലിലും കിട്ടും. കായലിൽ അതിനെ കുറച്ചുകൂടെ നെത്തോലി, ചൂട എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കടലിലെ മത്സ്യമാണ്, ചെറിയ മത്സ്യം. അത് കറി വെക്കാൻ എളുപ്പമാണ്. അതുപോലെ പീര വെക്കാൻ ഭയങ്കര സ്വാദാണ്. അത് മാങ്ങയിട്ട് കറി വെക്കാൻ, അല്ലെങ്കിൽ മുളകും പുളി അരയ്ക്കാനൊക്കെ എല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പക്ഷെ ഇന്ന് നമുക്കത് മാങ്ങ ഇട്ടിട്ടുള്ള ഒരു പീരയാണ്. അപ്പോൾ അതാദ്യം നമ്മളൊരു ചട്ടിയിൽ ജസ്റ്റ് ഇത് മൺചട്ടിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ. വളരെ വേഗത്തിൽ തേങ്ങ ഇങ്ങനെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചമ്മന്തി പോലെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു അരപ്പുണ്ടാക്കി വെക്കുക. നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അരിഞ്ഞ് വെക്കുക, കുറച്ച് ഇഞ്ചി, പച്ചമുളക്. പിന്നെ ഈ മാങ്ങ പുളി ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് വാളംപുളി അല്ലെങ്കിൽ കുടംപുളി, എന്ത് വേണമെങ്കിലും നമ്മുടെ പുളിയുടെ സ്വാദനുസരിച്ചിട്ട് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം കുടംപുളി, ഇതിനകത്ത് ഇത്തിരി കുടംപുളിയുടെ വെള്ളമോടൊക്കെ ചേർത്തിട്ട് അതിൻ്റെ മാമ്പഴമല്ല പച്ചമാങ്ങ. ജയശ്രീ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയപ്പോഴൊക്കെ കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ടോ? ചെറുപ്പം തൊട്ടേ കടയിൽ തന്നെയായിരുന്നു. സ്കൂള് പോകുന്നതിന് മുമ്പും സ്കൂൾ വിട്ട് വന്നാലും എന്തായിരുന്നു ജോലി? കാഷ്യറിൽ പോയിരുന്ന് പൈസ വാങ്ങിക്കലാണ് കൂടുതൽ. ചെറുപ്പം തൊട്ടേ വീട്ടിലെല്ലാവരും കുക്കിംഗ് ഉണ്ടെങ്കിലും എനിക്ക് താല്പര്യം കുറവാണ്. പക്ഷെ ചെറുതായിട്ടൊക്കെ സഹായിക്കാറുണ്ട്. ദോശ ഉണ്ടാക്കും, മസാല ദോശ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ചെറുപ്പം തൊട്ടേ അതൊരു ശീലമാണ്. സോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും സ്വാദായിട്ട് വരിക. 2ആയിട്ടോ 3ആയിട്ടോ കീറിയ ചെറിയ ഉള്ളി. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു 100 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത്ര കോൺഫിഡൻസ്
അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ സഹായിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അവിടെ മാവ് റെഡി ആയിരിക്കും, മസാലയുടെ കൂട്ടൊക്കെ റെഡി ആയിരിക്കും, നമ്മള് ദോശ ഇങ്ങനെ അതൊക്കെ അറിയാം. അത് വലിയ ദോശയൊക്കെ ആയിട്ട് ഇടാനൊക്കെ അറിയാം. ഇതൊരു ബിസിനസ് ആയിട്ട്, കാരണം ഇതിന്റെ സാധ്യത ഇത്രയും ഒരു പരമ്പരാഗതമായിട്ട് അപ്പൂപ്പനായിട്ട് തുടങ്ങിയ കട അത് അച്ഛനെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് നെക്സ്റ്റ് ഒരു തേർഡ് ജനറേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇപ്പോൾ ഒത്തിരി നിങ്ങളൊക്കെ ഇപ്പം ഇവിടുത്തെ അവർക്കൊന്നും ഒരിക്കൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, റെസ്റ്റോറൻറ്റ്സ് എങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ഇതിനെ ഏത് രീതിയിലായിരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിനെ എങ്ങനെ വളർത്തണം? അങ്ങനെ ബ്രാൻഡിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇടയ്ക്ക് അച്ഛനടുത്ത് സംസാരിക്കും. ഇപ്പോഴത്തെ പുതിയ ഇതൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോമോസ് അല്ല, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ നാട്ടിലത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. മോമോസ് നമ്മുടേതായിട്ടുള്ള രീതിയിലല്ല, ആ നാട്ടില് ടൗണിൽ കിട്ടും. തൃശ്ശൂർ 4-5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. എന്നാലും അവിടെ നമുക്ക് ഞാൻ ആകെ കൂടി നന്നാക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മോമോസ്. ഞാൻ ഉണ്ടാക്കി നന്നായിട്ടുള്ളതും ഫ്രണ്ട്സ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നതും അതെ മോമോസ് ആണ്. വെളുത്തുള്ളി ഇട്ടു, കുറച്ച് ഇഞ്ചി. എനിക്കിങ്ങനെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്തിടാം, അതാണ് താല്പര്യം. നമ്മള് ഈ അടുത്ത് നമ്മൾ എറണാകുളത്തേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ 5-6 പേര് കൂടെ നിന്നപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോഴും കുക്ക് ചെയ്യുന്ന 2 പേരായിരിക്കും. എൻ്റെ കൂട്ടത്തിൽ നന്നായി കുക്ക് ചെയ്യണവര്, അവരെ കൊണ്ട് കുക്ക് ചെയ്യിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളേരിയ ഇതൊക്കെയാണ്. ഇനി ഇത് കുറച്ച് മാങ്ങ, ഒരു 2 മിനിറ്റ്സിലുണ്ട് ഒക്കെ ഈ മീനൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. മാങ്ങ അതിനകത്തിട്ടു, അതിൻ്റെ മേലെ തന്നെ നമ്മൾ ഈ മീനും കൂടി ഇട്ടു. കുറച്ച് കറിവേപ്പില. ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും അത് എനിക്ക് സന്തോഷം തോന്നിയത് കാരണം മീറ്റ് ചെയ്യാന്നുള്ളതാണ്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനെ ബാക്കി ഒരുപാട് ഫ്രണ്ട്സൊക്കെ സംസാരിക്കാറുള്ള ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് കാണുക എന്നുള്ളൊരു സന്തോഷം അതായിരുന്നു എൻ്റെ. എനിക്ക് ഏറ്റവും സന്തോഷം ആ ഒരു ഹോട്ടൽ അത് വളരെ അഭിമാനത്തോടു കൂടി അത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫീൽഡിലേക്കൊക്കെ എത്തി അതിൻ്റെ സ്വന്തം തിരക്കിലൊരു സെക്കൻഡ് ജനറേഷൻ പോലും എനിക്ക് ഒത്തിരി ഹോട്ടൽ ഓണേഴ്സിനെയൊക്കെ അറിയാം. അപ്പോൾ അവരുടെ പരാതി അവരുടെ മക്കൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അവരുടെ ഒരു സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇത് നടത്തിക്കൊണ്ട് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് വേണ്ട നിങ്ങൾ ഇതിലേക്ക് ഇറക്കണ്ടെന്നൊക്കെ പറയുന്നത്. അതെ, ഡെയിലി എന്താ പറയുക പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ അത് ഇത് പല പ്രശ്നങ്ങൾ. അതെ, ഓരോ ദിവസം ഓരോ പുതിയ അപ്പം ഈ റെസ്റ്റോറന്റ് സാറ് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനോടൊരു താല്പര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഒരു അത്രയും നാൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഞാനതൊരു ബിസിനസ്സായിട്ട് മാറി. കുറേ റെസ്റ്റോറൻറ്റ്സ് ആയി കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ 16ഓളം റെസ്റ്റോറൻറ്റായി. പറഞ്ഞ പോലെ 16 റെസ്റ്റോറൻറ്റ്സിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിലാവുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കാട്ടി കൂടുതൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ജനങ്ങൾ, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പി ആവുന്ന ഈ ഒരു വർഷം നമ്മളൊരു 5 ലക്ഷം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ അവരെ ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭക്ഷണം എൻഡ് ഓഫ് ദി ഡേ ഫുഡ് നമ്മൾ ബിസിനസ്സാണ്. പണം വാങ്ങിയാണ് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ പോലും നമ്മൾ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എല്ലാവർക്കും പറ്റിയ ഒരു പണിയല്ല ഇത്. കാരണം അതിനൊരു ക്ഷമ വേണം. 4 പേർക്ക് 5 പേർക്ക് വീട്ടിൽ 1 ടൈമിലൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ നടക്കും. പക്ഷേ ഇത് നിത്യവും 3 നേരം തുടർച്ചയായിട്ട് ഒരേ കൺസിസ്റ്റൻസിയിൽ ഒരു കംപ്ലൈൻറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 365 ദിവസം ഇത് കൊടുക്കാന്ന് പറയുന്നത് അതെ, അതൊരു ജോലിയേക്കാളുപരി വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വരുമ്പോൾ നമുക്കതൊരു സ്ട്രഗിളായിട്ട് തോന്നില്ല. അതിപ്പോൾ അച്ഛനോട് ചോദിച്ചാലും ചിലപ്പോൾ അച്ഛനും ഇത് തന്നെ ആയിരിക്കും പറയാം. എത്ര സ്ട്രഗിൾ ആയാലും ഇപ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 പേര് വരില്ല. പക്ഷേ നമുക്ക് ആളുകൾ കഴിക്കാൻ വരുമ്പോൾ അവരുടെ മുമ്പിൽ അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഇത്രയും പ്രൗഡായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയാം യു വിൽ ആ ഒരു സംഭവത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നോളജി അറിയാം, പല സംഭവങ്ങളും മാനേജ്മെൻറ്റ് സ്കില്ല് ചിലപ്പം പെട്ടെന്ന് അച്ഛനെക്കാട്ടിലൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛന് കുറേ പൊടിക്കൈകളുണ്ട്. ഈ എന്താ പറയുക കോസ്റ്റ് റിഡക്ഷൻ ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അവിടെ അച്ഛൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഡെയിലി ഇതിനു വേണ്ടി റിസർച്ച് അല്ലെങ്കിൽ ആലോചിക്കാതെ ഫിഷ് നിർവ്വാണം ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. എത്ര പേര് അച്ഛനും അമ്മയും കൂടെ അവർക്ക് ചിലപ്പോൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് അവധി എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. എന്നാൽ പോലും ഒരു തൃശ്ശൂർ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. ഒരു ദിവസം എന്തായാലും വന്ന് പറഞ്ഞാൽ ഫിഷ് നിർവ്വാണം ഉണ്ടാക്കി അച്ഛനും കൊടുക്കണം. എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്.
പ്യോർ വെജിറ്റേറിയൻ ആണ്. പനീർ നിർവ്വാണയുണ്ട്, വഴുതനങ്ങ നിർവ്വാണയുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ട്രൈ ചെയ്യാം എന്തായാലും. അപ്പോൾ ഇതിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, വളരെ വേഗത്തിൽ സംഭവം കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ കുക്കിംഗ് ഭയങ്കര താല്പര്യമുള്ളവർ ആദ്യമൊക്കെ വരുമ്പോൾ ഒരുപാട് ജോലി ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് മടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ എപ്പോഴും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൽ തീർക്കാം. ഫിഷിൻ്റെ നിറം മാറിക്കഴിഞ്ഞു, അത് സോഫ്റ്റായി. അപ്പോൾ ആ ഒരു ഫിഷിനെ ഇനിയിപ്പോൾ അരപ്പൂടിട്ടിട്ട് മെല്ലെ മീൻ അധികം ഉടയാണ്ട് ജസ്റ്റ് ഇതൊരു പെരണ്ട് ആ ഫിഷ് കൃത്യമായിട്ട് കാണാൻ പറ്റണം. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഈ പീര വെക്കുമ്പോൾ ആ മീൻ അങ്ങ് ഉടഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് ആ ഒരു ഫിഷ് വിസിബിളായിട്ട് കാണുന്നതാണ് എൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡ് കൃത്യമായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ആ മാങ്ങയൊക്കെ ഓൾറെഡി കുക്കായിട്ടുണ്ട്, അധികം എണ്ണയില്ല, വളരെ ഡ്രൈ ആയിട്ട്. ഇത് ഒരു സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനകത്ത് കുറച്ച് ഈ ഒരു പീര, കുറച്ചൊരു മോരുകറി, ഒരു മാങ്ങ അച്ചാർ, നല്ല വെന്ത കുത്തിരിച്ചോറ്, ഒരു ഇതൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ തൃശ്ശൂരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? തൃശ്ശൂരിലത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെ പെട്ടെന്ന് ഒന്നും ഓർമ്മയില്ല. അച്ഛൻ്റെ സ്പെഷ്യൽ കട്ട്ലറ്റ്, അച്ഛന് കുറെ ഈ ഉള്ളിവട, ഉഴുന്നുവട, കട്ട്ലറ്റ്, ഇതൊക്കെയാണ്. വെജിറ്റേറിയൻ. അതെ, റെസ്റ്റോറന്റ് ഇല്ല, മുമ്പ് ഉണ്ടായിരുന്നു. പൊറോട്ട, ബീഫ്, ചിക്കൻ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് നിർത്തി. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി തരുമോ അതോ കടയിൽ മാത്രമേ ഉള്ളൂ? കടയിലാണ്, അല്ലാണ്ട് വേറെ സമയമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ ഉണ്ടാക്കുന്ന അവിടെ കടയിൽ തന്നെ. പിന്നെ ഉച്ചയ്ക്കും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പായസം ഉണ്ടാക്കും. അതൊക്കെയാണ് അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നു, പിന്നീട് ഈ അഭിനയ രംഗത്തേക്ക് എങ്ങനെ എത്തപ്പെട്ടു? അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോ അച്ഛൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നത് ഞാൻ എങ്ങനെ ഇത്രയ്ക്ക് എത്തിയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അച്ഛൻ അതെ, അല്ല അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഒരു ആഗ്രഹം, അച്ഛനും അമ്മയും കൂടെ നിന്നിട്ട്, അല്ലെങ്കിൽ അവരെന്നെയാണ് ഡാൻസിന് തന്നെ കൊണ്ടുപോയി. പിന്നെ ഒരു കാസ്റ്റിംഗ് ഹോളിൽ അങ്ങനെ എന്തോ കണ്ടിട്ട് ചെറുപ്പത്തിൽ, പിന്നെ ഫസ്റ്റ് ഡാൻസ് അറിയുമെന്ന് പറഞ്ഞപ്പോൾ അത് പഠിക്കാൻ കൊണ്ടാക്കി. പിന്നെ 4ാം ക്ലാസ് സമയത്ത് അവിടുത്തെ ബാലഭവനിൽ കൊണ്ട് ചേർത്തപ്പോഴാണ് പിന്നെ ഇങ്ങനെ സിനിമയുടെ ഇതിലേക്ക് കടന്നത്. അച്ഛൻ തന്നെയാണ് ഇങ്ങനെ കൂടെ എപ്പോഴും എൻകറേജ് ചെയ്തിട്ട്. അതെ അതെ അതെ, ഏറ്റവും പ്രൗഡ് അദ്ദേഹമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അച്ഛനും അമ്മയും അമ്മ പറഞ്ഞ പോലെ സപ്പോർട്ടായിട്ട് ഫുൾ കൂടെ ഉണ്ടായിരുന്നു. ഡാൻസിന്റെ അമ്മയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ഉണ്ട്, ഡാൻസ് ചെയ്യും. അപ്പൊ അതായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അച്ഛന് പാട്ടായിരുന്നു കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അത് ഇല്ല, ഒട്ടും പാടില്ല. അതാണ് കോൺട്രാക്ട്. ഒട്ടും പാടാൻ അറിയില്ല. പക്ഷെ സിനിമ എന്നുള്ളൊരു ഇത് അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. ആദ്യ സിനിമ വന്ന് അദ്ദേഹം എവിടെ പോയാണ് കണ്ടതൊക്കെ? അത് നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചക്രമുത്താണ് ഫസ്റ്റ് റിലീസായ മൂവി, ലോഹിദാസ് സാറിന്റെ മൂവി. അത് നമ്മൾ 4 പേരും കൂടി കണ്ടതായിരിക്കണം. ക്ലിയർ ആയിട്ടുള്ള ഓർമ്മകളില്ല, പക്ഷെ ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഫിഷ് പീര റെഡിയായി ഓൾറെഡി. എൻ്റെ ഫിഷിന്റെ ഇതിന്റെ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞതിന്റെ ഇതൊരു ബോണിൽ നിന്ന് ആ ഒരു ഫ്ലഷ് ഇതൊരു വിട്ട് നിൽക്കുക. ഒരു 3 മിനിറ്റത്തെ കുക്കിംഗ് ഉള്ളൂ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് പെരട്ടി. ഇതിനകത്ത് ഒട്ടും ആകെ ഒരു ജലാംശം എന്ന് പറഞ്ഞാൽ കുടംപുളിയുടെ ലേശം വെള്ളം ചേർത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പം ഡ്രൈ ആയിട്ട് കൃത്യമായിട്ട് വന്നു. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി. ജയശ്രീ, ഇതേ അങ്ങനെ മീൻ പീര റെഡിയായി. മാങ്ങയിട്ട നെത്തോലി പീര. ഓക്കെ, 5 മിനിറ്റ്സ് ആണ് കുക്കിംഗ് ടൈം. 5 മിനിറ്റ് പോലും എടുത്തില്ല. അതാണ് ഏറ്റവും ഞാനിങ്ങനെ അന്ന് വിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ എത്ര വളരെ സിമ്പിളാണ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് നെത്തോലി അല്ലെങ്കിൽ ചെറിയ മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് വഴറ്റി മീനിട്ട് മാങ്ങയിട്ട് തേങ്ങയും കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചമ്മന്തി പരുവത്തിലിട്ടിട്ട് മേലെ വെച്ച് അടച്ചു വെച്ച് ലേശം വാളംപുളിയോ അല്ലെങ്കിൽ കുടംപുളിയുടെ വെള്ളം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം മെല്ലെ ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള മീൻ പീര റെഡിയാവും. കഴിക്കൂ. അപ്പം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ എങ്ങനെ കുക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചില്ലേ, അതുപോലെ സാർ ഈ ഓട്ടത്തിനിടയിലും ഇത്രയും ഹോട്ടലിൽ നടക്കുന്നത്, ഇതുപോലെ ഷോസും പരിപാടികളൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? ഞാനിപ്പോൾ ഇടയ്ക്കിപ്പോൾ സമയം കിട്ടാറില്ല വീട്ടിൽ പോകാൻ. ഇതുപോലെ വീട്ടിൽ പോയാൽ ഭാര്യ, എനിക്ക് പക്ഷേ വീട്ടിൽ പോകുന്നത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയമായിട്ട് ഭാര്യ ഉണ്ടാക്കി നല്ല മീൻ. അഷ്ടമുടി കായലിൻ്റെ, എൻ്റെ വീട് കൊല്ലത്ത് ചവറയിലാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും. അപ്പം
ഞണ്ട്, കൊഞ്ച്, കരിമീൻ, കക്ക, മുരിങ്ങയിറച്ചി, കല്ലുമ്മേക്കായ, മസിൽസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണും. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് വലിയൊരു സദ്യ പോലെ കഴിക്കും. മീൻ സദ്യ ഒരു മാസം ഇടയ്ക്ക് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മുമ്പ് എന്താ പറയാ, മുമ്പത്തെ കാലഘട്ടത്തിൽ മുമ്പ് ഒരുമിച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഓഫ് ഡേയിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യും. അവിടെ നിന്നാണല്ലോ നമ്മൾ പരീക്ഷിക്കുക. അപ്പോൾ അവർ മോള് ഭയങ്കര ഒരു ഫുഡ് ക്രിട്ടിക്കാണ്. ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിമർശിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യും. അപ്പോൾ അതേപോലെ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലായിരിക്കും ആദ്യം പരീക്ഷിക്കുക. കുറേ മീറ്റ് നമ്മൾ അറിയാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ റെസിപ്പികളൊക്കെ കാണുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു റെസിപ്പി കിട്ടുമ്പോൾ നമുക്ക് അതിനെ വേറൊരു ഷെഫിൻ്റെ ഒരു ഐഡിയയിൽ കുറച്ചുകൂടെ ബെറ്റർ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യും. അതൊക്കെ വീട്ടിൽ പരീക്ഷിച്ചാണ് പഠിക്കുന്നത്. മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇതിലോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല അവർക്ക്, പക്ഷേ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. അതെ. അപ്പോൾ ഈ ഒരു ഷോയുടെ പ്രത്യേകത നമ്മുടെ ഓരോ എപ്പിസോഡിലും ഈ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വരാൻ വേണ്ടി താല്പര്യമുള്ളവരെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ഇത് ജാസ്മിനാണ്. ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ പഠിക്കുകയാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എന്തോ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. ജാസ്മിൻ വരൂ. ഹലോ, എൻ്റെ പേര് ജാസ്മിൻ. എൻ്റെ സ്വദേശം കോട്ടയമാണ്. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ 2 year ആയിട്ട് ഞാൻ എറണാകുളത്തുണ്ട്. വളരെ ചെറുതിലെ മുതലേ ഞാൻ കുക്കിംഗ് ചെയ്തു തുടങ്ങിയ ആളാണ്. കുക്കിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ കുക്കിംഗ് ഇഷ്ടമാണ് ചെയ്യാൻ. പിള്ളേ സാറിനെ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഫീൽഡിൽ നമുക്ക് പാക്കേജൊക്കെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത് ഒരു എലമെൻ്ററി ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. സോ അപ്പോൾ സാറിന് എന്താണ് എനിക്ക് തരാനുള്ള സജഷൻ എന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ഡിഷായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡിൽ കാണാം. ഇതെന്താണ് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇത് ഫ്രൂട്ട് കുറുമയാണ്. ഫ്രൂട്ട് കുറുമ. എന്താണ് ഈ ഭക്ഷണം ഇവിടെ ഈ വേദിയിലേക്ക് വരാൻ കാരണം കുറേ പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട് ഞങ്ങൾക്ക് വരണം. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ എപ്പിസോഡിൽ എന്തായാലും ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും പല സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയൂ. ഓക്കെ, എനിക്ക് ഇപ്പോൾ സാറ് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെർച്ചിങ്ങിന്റെ പുറകെയാണ്. അപ്പോൾ സാറിനെ പോലെ വലിയൊരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്താണ് സജഷൻ? ഫുഡ് നമുക്ക് അതിന് മെയിൻ ഒരു ഫാക്ടർ ആണല്ലോ, ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനെ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്താണ് എനിക്ക് തരാനുള്ള സാറിനുള്ള സജഷൻ അറിയാം. തീർച്ചയായിട്ടും ട്രാവൽ ആൻഡ് ടൂറിസം നമുക്കറിയാം, കേരളം ഏറ്റവും ടൂറിസമാണ് നമ്മുടെ ഒരു മേജർ ആയിട്ടുള്ളൊരു വലിയൊരു സാധ്യത നമുക്കെല്ലാം അറിയാം. കേരളം കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് സഞ്ചാരികൾ വരുന്നതാണ്. ഇന്ത്യയിലുള്ളവരും അതുപോലെ വിദേശ സഞ്ചാരികളൊക്കെ കേരളത്തിൽ. അപ്പോൾ ആ ഒരു മേഖലയിലെ സാധ്യതകളെല്ലാം ഒരു ലേഡി എൻ്റർപ്രണർ നിലയിൽ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അത് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫുഡ് എല്ലാവർക്കും ഇപ്പോൾ ഒരു ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കണം. അതൊരു ബിസിനസ്സാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരാൾക്ക് ഒരു ആഴ്ചയിൽ 21 മീൽ വേണം അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് ഒരാഴ്ചയിൽ 21 മീൽ ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതിനെ എങ്ങനെ ഒരു ബിസിനസ്സായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മേഖല പഠിച്ചിട്ട് അതിനെ എങ്ങനെയാണ് കൊച്ചി പോലൊരു നഗരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭക്ഷണമായിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവർക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ എപ്പോഴും വലിയൊരു മാർജിനിൽ ചെയ്യാൻ പറ്റാണ്ട് ഒരു സ്റ്റാർട്ട് ഏറ്റവും കുഞ്ഞായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല, അതല്ലാതെ ഏറ്റവും ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മെല്ലെ മെല്ലെ പോവുക. വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ ഈ ഒരു മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്, ടൂറിസം ഡേ ബൈ ഡേ. അപ്പം ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കുക. നല്ലൊരു ലേഡി എൻ്റർപ്രണറായിട്ട് ഇൻസ്പയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടുതൽ സ്ത്രീകൾ ഈ ഒരു രംഗത്തേക്ക് വരട്ടെ. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാനും അതുപോലെ അല്ലെങ്കിൽ അതിനെ ഒരു തൊഴിലാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു സംരംഭകയാക്കി മാറ്റി അതിൽ വിജയിക്കാനുള്ള ഒരു രീതിയിൽ നിങ്ങൾക്കൊക്കെ ഒരു മിഷൻ ഉണ്ടാവണം. നിങ്ങൾ പുതിയ ആൾക്കാരെ നിങ്ങൾ ഈ ഒരു മേഖലയിലെത്തി പിന്നെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് വരാൻ പറ്റുന്നവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുന്ന രീതിയിൽ വിജയിക്കുക. ടൂറിന് പോകുമ്പോൾ ഫുഡ് പല പാക്കേജസിലും ഞാനാണെങ്കിൽ പോലും പോകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ഫുഡാണ് അവിടെ കിട്ടാറ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും മാറി ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജാസ്മിന്റെ ഫ്രൂട്ട് കുർമ ഒന്ന് ടേസ്റ്റ് ചെയ്യും. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത്? ഇതിനകത്ത് പൈനാപ്പിൾ ഉണ്ട്, മാമ്പഴം ഉണ്ട്, അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ട്.
മെയിനായിട്ട് ഒരു മധുരമുള്ള ഒരു കറി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ മസാല റിലേറ്റഡ് ആയിട്ടുള്ള കറികൾ കൂടുതൽ കഴിക്കാൻ ഇതാകുമ്പോൾ ഹെൽത്തി ആയിരിക്കും, മധുരം ഉണ്ടാവും. സോ അങ്ങനെ കഴിക്കാൻ പറ്റും. കുറച്ചുകൂടി സ്വീറ്റ് ജാസ്മിൻ, ഈ ഫ്രൂട്ട് കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗത്തിൽ പറയണം. നമ്മൾ ഈ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞത് ഈ പൈനാപ്പിള്, മാമ്പഴം ഇതെല്ലാം കൂടെ നമ്മൾ ഉണക്കമുന്തിരി ഇതെല്ലാം കൂടെ നമ്മൾ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. ചെറിയ സ്ലൈസ് എന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ സ്പൂണിൽ കഴിക്കാൻ പറ്റുന്ന സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. അത് ഒരു 1/2 ഗ്ലാസ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വാട്ടറിന്റെ അളവും കൂടും. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നമ്മൾ കോക്കനട്ട് പൗഡർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കാഷ്യൂ നട്ടിൽ കുതിർത്ത് വെക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക, പേസ്റ്റ് ചെയ്തെടുക്കുക, പേസ്ട്രി കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ കോക്കനട്ട് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോക്കനട്ട് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ചിലർക്ക് നല്ല ലൂസായിട്ട് വേണമായിരിക്കും, ചിലർക്ക് തിക്കായിട്ട് വേണമായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ കോക്കനട്ട് പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കടുക് താളിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇതൊരു വെറൈറ്റി കറിയാണ്. അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അധികം സ്പൈസ് ഇഷ്ടപ്പെടാത്ത, ഒട്ടും എരിവ് പാടില്ലാതൊക്കെ ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ചപ്പാത്തിയായിട്ട് കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു മധുര കറി എന്ന് പറഞ്ഞ് പഴയ സദ്യയിലൊക്കെ ഉള്ളൊരു കറിയുടെ വേർഷനാണ്. ഇതിനകത്ത് മുന്തിരിങ്ങയൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ നല്ല കളർഫുൾ ആയിരിക്കും. ഉണക്കമുന്തിരിങ്ങയല്ല, ഫ്രഷ് ഗ്രേപ്സ് ആണോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന പുതിയ 2 പേരെടുത്തും ചോദിക്കണം, 2 പേരും ലേഡി അതാത് മേഖലകളിൽ വളരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയത് അവർ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്നല്ല, ഞാൻ ഇപ്പോൾ നമ്മൾ കുട്ടികൾ അല്ല പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യം, നമ്മുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് 100% നമ്മൾ ഡിറ്റർമൻഡ് ആയിട്ട് നിന്നാൽ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 100% ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. എന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റില്ല എന്നൊന്നും പറഞ്ഞ് ആരും പാഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും വിട്ടുകളയരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. ജാസ്മിൻ എന്താണ് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ശരിക്കും ജീവിക്കുന്ന തന്നെ നല്ല ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ലോകം കാണാനും വേണ്ടിയായിരിക്കും. അപ്പം ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും കേരളത്തിനുള്ളിലുള്ള സ്ഥലങ്ങളാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക. ദെൻ നല്ല ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോകം കാണാൻ പറ്റുന്നത്. എല്ലാവരുടെയും എല്ലാ വിശ്വസും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് തീരുകയാണ്. അതിന് മുന്നോടിയായിട്ട് ജയശ്രീക്ക് ഒരുപാട് ഈ ഒരു വരുന്ന വർഷം മുഴുവൻ ഒത്തിരി പുതിയ സിനിമ റിലീസ് ആവാനിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ നല്ല വേഷങ്ങൾ കിട്ടട്ടെ. അതിലുപരിയായിട്ട് പരമ്പരാഗതമായിട്ട് അപ്പൂപ്പനായിട്ട് തുടങ്ങി അച്ഛനായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ആ ഒരു തൃശ്ശൂരിലെ ഹോട്ടൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റാൻ പറ്റട്ടെ. അത് നല്ലൊരു ബ്രാൻഡായിട്ട് തൃശ്ശൂരിലും കേരളത്തിലൊക്കെ ഉള്ള പഴയ നാടൻ കടകളൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, എങ്ങനെയാലും എത്ര ബിസി ആയിക്കോട്ടെ, എത്ര തിരക്കായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ വെച്ചാലും ആ കട അതിൻ്റെ ഐശ്വര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കടകളാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത്. അല്ലെങ്കിൽ 30-40 വർഷമായ കടകളുടെയൊക്കെ എണ്ണം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാവാതിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ആശംസകളും. അതിനോടൊപ്പം തന്നെ ജാസ്മിനും ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ അതിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാധ്യത വെച്ച് നല്ലൊരു സംരംഭകയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ ഇതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.